നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്തിക അടുക്കളപ്പണിയൊക്കെ നോക്ക്. അർച്ചന കുഞ്ഞിനെ നോക്കട്ടെ. അടുക്കള ജോലിക്ക് അവിടെ ആള് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതന്വേഷിക്കണ്ടല്ലോ. എന്താ അവന്തിയെ കൊണ്ട് പറ്റില്ലേ? ഇഷ്ടായോ? കുറച്ചു ദിവസം കഴിഞ്ഞ് മോള് വളർന്ന ശേഷം പിന്നെ വല്യമ്മയുടെ മുറി തന്നെ കിടന്നാ മതി കേട്ടോ. ഇപ്പൊ തൽക്കാലം അച്ഛന്റെ അമ്മയുടെ കൂടി ഇവിടെ ഉറങ്ങിക്കോ കേട്ടോ. ഓ ഓ പകലൊക്കെ എപ്പോഴും വല്യമ്മ ഇതുപോലെ കൂടെ തന്നെ ഉണ്ടാവും. 8-9 മാസം മോളെ വയറ്റി ചുമന്ന് നടന്നതല്ലേ നിന്റെ അമ്മ. കുറച്ചു നാളത്തേക്ക് അമ്മയ്ക്ക് നമുക്ക് റെസ്റ്റ് കൊടുക്കാം. വല്യമ്മ നോയിക്കോളൂ എന്റെ പൊന്നിനെ. എന്റെ പൊന്നാണോ നീ? ആണോടാ? എന്താണ് നോക്കണേ? വല്യമ്മേടി. ഓ ഓ ഓ വല്യമ്മയും മോളും കാര്യം പറയായിരുന്നു. എന്നോടൊക്കെ സത്യം പറഞ്ഞ ഏട്ടത്തിക്കാരനെ രക്ഷപ്പെട്ടത് ആതിരയാ. ഓ ഓ ഓ കുഞ്ഞിനെ നോക്കുന്ന അമ്മമാരുടെ സ്നേഹത്തോടുള്ള പരിഭവങ്ങളൊന്നും ആതിരയ്ക്ക് പറയേണ്ടി വരില്ലല്ലോ. അത് ശരിയാ. സച്ചേട്ടന്റെ കാര്യം വളരെ പരിതാപകരമാവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സച്ചേന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ നോക്കും. അല്ല, നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? 2 ദിവസം കഴിയുമ്പോ ഞാൻ മീര ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അവളും കൂടെ ഇവിടെ നിന്നാലേ ആതിരയുടെ കുഞ്ഞിന്റെ കാര്യം അവളും കൂടെ നോക്കുമല്ലോ. അതിന്റെ ആവശ്യം എന്താ അമ്മേ? പിന്നെ അനൂപേണ്ണ അവിടെ ആര് നോക്കും? ഓ, ഇവിടെ ആതിരയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ ഞാൻ മതി. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിളിക്കാം. ആതിരെ, കുഞ്ഞിനെ ഞാൻ ഉറക്കിക്കൊണ്ട് വരാവേ. മീര വന്നു കഴിഞ്ഞാലേ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് നടക്കുന്ന കരുതിയാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ കുഞ്ഞുമോളെ ആരും കയ്യിലെടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അയ്യോ, അച്ഛൻ വന്നിരുന്നോ? അച്ഛൻ വരുമെന്ന് കരുതി ഇത്ര നേരം ഞാനിവിടെ കാത്തിരുന്നു. അച്ഛൻ വിളമ്പണ്ട, ഞാൻ വിളമ്പി തരാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? സച്ചി അർച്ചനയും വന്നില്ലേ? അതിനിപ്പോ അർച്ചനക്കിപ്പോ കഴിക്കാനൊക്കെ എവിടെ നേരം? ഏത് നേരവും കുഞ്ഞിന്റെ പുറകെയല്ലേ അർച്ചന. ഇപ്പൊ ഈ വീട്ടിലെ ഒരു കാര്യം അവള് ശ്രദ്ധിക്കുന്നില്ല. സദാസമയം കുഞ്ഞിന്റെ പുറകെ ഇങ്ങനെ നടന്നാ ബാക്കിയുള്ളൊരു പട്ടിണിയാവുകയുള്ളൂ. അർച്ചനയുള്ളതുകൊണ്ടാ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത്. ഇന്ന് രാവിലെ ആഹാരം കഴിച്ചത് 9 മണി കഴിഞ്ഞിട്ടാ. BP ലോ ആവുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തലയും കറങ്ങും. അർച്ചനയോട് പറഞ്ഞത് മനസ്സിലാവണ്ടേ? എങ്കി അടുക്കള ജോലിക്കായി നിന്ന് അമ്പിളിയെ തിരിച്ചു വിളിക്കാം. അതൊന്നും വേണ്ടച്ചാ. ഇവിടെ ഇപ്പോ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. അർച്ചനയോട് അച്ഛനൊന്ന് പറഞ്ഞാ മതി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയ ശേഷം കുഞ്ഞിന്റെ പുറകെ പോവാൻ. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാ ഇവിടെ എല്ലാരും പട്ടിണിയാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി. അർച്ചന കുഞ്ഞിന്റെ പുറകെ പോകുന്നോണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണോ അവന്തിക പറഞ്ഞു വരുന്നത്? അതെ, നേരത്തും കാലത്തും എന്തേലും വെച്ചുണ്ടാക്കാൻ അച്ഛനൊന്ന് പറയണം. കുഞ്ഞ് ഈ കുടുംബത്തിലെ, അതിലുപരി
ആതിരയുടെ ചേച്ചിയും. അപ്പൊ അർച്ചനയോട് എങ്ങനെ പറയൂ ഇതൊക്കെ? ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താന്ന് വെച്ചാ അവന്തിക അടുക്കളപ്പണിയൊക്കെ നോക്ക്, അർച്ചന കുഞ്ഞിനെ നോക്കട്ടെ. അടുക്കള ജോലിക്ക് അവിടെ ആള് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് അന്വേഷിക്കണ്ടല്ലോ. എന്താ അവന്തിയെ കൊണ്ട് പറ്റില്ലേ? പറ്റും. അതിനായിട്ട് ഇനി മറ്റാരും വേണമെന്നൊന്നുമില്ല. നിനക്ക് BP പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്ക്. കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞ നിസ്സാരമായൊരു കാര്യമല്ല. പിന്നെ അർച്ചനയോട് കർശനമായി അടുക്കള ജോലി ചെയ്തേ പറ്റുമെന്ന് എനിക്ക് പറയാനാവില്ല. അങ്ങനെ എനിക്ക് കർശനമായി പറയാൻ കഴിയുന്നത് നിന്നോടാണ്. കാരണം അർച്ചനയേക്കാൾ അത് പറയാൻ സ്വാതന്ത്ര്യം എനിക്കുള്ളത് നിന്നോടാണ്. അപ്പോ നാളെ മുതൽ അടുക്കള കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിയാൽ മതി. ശരി. കൊള്ളക്കിളവൻ. ഇളയ മരുമോളെ പറഞ്ഞ ഇഷ്ടായിട്ടില്ല. അതാ നൈസായിട്ട് എല്ലാം എന്റെ തലയിൽ വെച്ചത്. ഇതിപ്പോ വെച്ച വെടി എന്റെ നെഞ്ചിലേക്ക് തന്നെയാണല്ലോ വന്ന് കൊണ്ടത്. മോളെ അവന്തികേ, ആ എന്താച്ചാ? എനിക്ക് രാത്രിയിൽ കുറച്ച് ഫയല് നോക്കാനുണ്ട്. അതിനെന്താ, ഞാനും കൂടെ സഹായിക്കാച്ചാ. എനിക്ക് നോക്കാവുന്നേ ഉള്ളൂ. നീ രാത്രിയിൽ കുറച്ച് കട്ടൻ ചായ റൂമിലേക്ക് കൊണ്ടുവാ. അല്ലേല് ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതാ. ശരി അച്ഛാ. അർച്ചനെ, ഇത് എവിടെയാണ്? താനിത് കണ്ടോ? പാലും അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ടോണ്ട് നിന്നാലേ ഇതാ ഇങ്ങനെ ഇരിക്കും. കൊള്ളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.